പാലക്കാടേക്ക് തന്നെയാണ്. അവിടെ പാലക്കാട് കല്ലേക്കാട് AR ക്യാമ്പിലെ ആദിവാസിയായ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യയിലെ കുറ്റപത്രത്തിൽ ഗുരുതര ആരോപണങ്ങൾ. സഹപ്രവർത്തകരുടെ ജാതി അവഹേളനവും മാനസിക പീഡനവുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. 2019 ജൂലൈ 25-നാണ് NK കുമാറിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ അവിടെ കണ്ടെത്തിയിട്ടുമുള്ളത്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സാജിദ്, നിലവിൽ ഈ പറയുന്നത് കുറ്റപത്രത്തിൽ പറയുന്നത് അദ്ദേഹം ജാതീയമായുള്ളൊരു അവഹേളനം, മാനസിക പീഡനമൊക്കെ നേരിട്ടു എന്നാണ്. എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സാജിദ്? ജിൽസി അട്ടപ്പാടിക്കാരനായ ആദിവാസിയായ ഒരു യുവ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു KK കുമാർ എന്ന വ്യക്തി. ഈ KK കുമാർ മാനസികമായും ജാതീയമായും വലിയ പീഡനങ്ങൾ അനുഭവിച്ചതാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അന്ന് തന്നെ ഈ കുടുംബം ആരോപിച്ചിരുന്നു ഈ കുമാറിനെ ജാതീയമായി വലിയ തോതിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത്. ഈ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ ഇത് പൂർണ്ണമായി സ്ഥിരീകരിക്കുകയാണ് ചെയ്തിരുന്നത്. അന്ന് ഈ AR ക്യാമ്പിലെ ഡെപ്യൂട്ടി കമാൻഡന്റ് L സുരേന്ദ്രനും അതോടൊപ്പം തന്നെ മറ്റ് 6 പോലീസ് ഉദ്യോഗസ്ഥരും, ഒരു ASIയും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് കുറ്റപത്രം ഉള്ളത്. ഈ കുറ്റപത്രത്തിൽ ഈ ജാതീയമായ അധിക്ഷേപം, മാനസികമായ പീഡനം, അതോടൊപ്പം തന്നെ ഈ കുമാറിനും കുടുംബത്തിനും ഒരു ക്വാർട്ടേഴ്സ് അനുവദിച്ചിരുന്നു. ഈ ക്വാർട്ടേഴ്സിൽ നിന്ന് ഈ കുമാർ അറിയാതെ ഈ സാധനങ്ങൾ എടുത്തു മാറ്റുകയും മറ്റൊരു വ്യക്തിക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം ഇവർ ന്യായീകരണമായി പറഞ്ഞിരുന്നത് ഈ കുമാർ മദ്യപിച്ച് ജോലിക്ക് ഹാജരാകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് ശരിയല്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. മണ്ണാർക്കാട് SC/ST കോടതിയിലാണ് നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. SC/ST അട്രോസിറ്റി നിയമപ്രകാരം കേസെടുത്തുകൊണ്ട് തന്നെ ഈ L സുരേന്ദ്രൻ അദ്ദേഹം നേരത്തെ വിരമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളുടെ അറസ്റ്റിന് സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.